بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 58 അൽ കഹ്ഫ് സൂറത്തിൽ നിന്ന് 59-ാമത്തെ ആയത്ത് മുതൽക്ക് എടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. അൽ കഹ്ഫ് സൂറത്തിലെ 51-ാമത്തെ ആയത്ത് ആണ് ഞാൻ ഓതി വെച്ചത്. ഇതിൻ്റെ ഒറ്റവാക്കർത്ഥവും തഫ്സീർ ആശയവും പറയുന്നു. മാഷത്വവും അവരെ നാം സാക്ഷി നിർത്തിയിട്ടില്ല. ഖൽഖസ്സമാവാത്തി ആകാശത്തെ സൃഷ്ടിക്കുവാനും വല്ലർളി ഭൂമിയെയും സൃഷ്ടിക്കുവാനായിട്ട്, വലാ ഖൽഖ അൻഫുസിഹിം അവരെ സ്വയം സൃഷ്ടിക്കാനും, അവരിൽ സൃഷ്ടിക്കുവാൻ വേണ്ടി അവരിൽ ചിലരെ സാക്ഷി നിർത്തിയിട്ടില്ല. വമാ കുന്തു ഞാൻ ആയിട്ടില്ല മുത്തഖിദൽ മുദല്ലീന ആളുകളെ പിഴപ്പിക്കുന്നവരെ ഞാൻ സ്വീകരിക്കുന്നവനായിട്ടില്ല. അലുദ സഹായികളായിട്ട് സ്വീകരിക്കുന്നവനായിട്ടില്ല. അപ്പോ ഇങ്ങനെയെല്ലാം ഇരിക്കെ പിന്നെ എന്തിനാണ് അവര് പിശാചനും പിശാചന്റെ സന്താനങ്ങൾക്കും ആരാധിക്കുന്നത്? അവർക്ക് ഒരു പ്രാധാന്യം ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. ആകാശഭൂമിയെ സൃഷ്ടിച്ചു, പിന്നെ അവരെ തന്നെ ഞാൻ സൃഷ്ടിച്ചു. ഇങ്ങനൊക്കെ ചെയ്തിട്ടും ഇതൊന്നും ഞാൻ സാക്ഷി നിർത്തിയിട്ടില്ല. അതിൻ്റെ പേരിൽ അവരാണെങ്കിൽ ആളെ പിഴപ്പിക്കുന്നവരാണ്. ഈ പിഴപ്പിക്കുന്ന ആളുകളെ സഹായികളാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു സഹായം അവരിൽ നിന്ന് ലഭ്യമാക്കാൻ ഇട വന്നിട്ടുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഔലിയ ആക്കി ഈ പിശാചിനെയും അവരുടെ സന്താനങ്ങളെയും ഔലിയ ആക്കിയിട്ട് രക്ഷകരാക്കിയിട്ട് അവർക്ക് ഇബാദത്തെടുക്കുന്ന എന്തിനാ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. വേദഖുൽനാലിൽ മലായികത്തി സുജൂദി ആദമ ഫസ്ജുദൂ ഇല്ലാ ഇബ്ലീസ് കാന മിനൽ ജിന്നി ഫവസഖ അൻ അംരി റബ്ബിഹി അഫതത്തഖിദൂനഹു വദുർരിയ്യതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദുവ്വുൻ ബിഇസ്റിൽ ളാലിമീന ബദല. ആദം നബി അള്ളാഹു സൃഷ്ടിച്ചു. എന്നിട്ട് ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്, ആദം നബിയെ സൃഷ്ടിച്ചു. എന്നിട്ട് ആദമിനെ സുജൂദ് ചെയ്യാൻ ഇബ്ലീസ് അടങ്ങുന്ന മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞു. പക്ഷേ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു, ഇബ്ലീസ് ധിക്കരിച്ചു, അള്ളാഹുവിന്റെ അമ്രിനെ ധിക്കരിച്ചു. അപ്പൊ അള്ളാഹ് ചോദിക്കുകയാണ്, ഈ ഇബ്ലീസിനെയും അവന്റെ സന്താനങ്ങളെയും നിങ്ങൾ ഔലിയ ആക്കിയിട്ട് രക്ഷകരാക്കിയിട്ട് എന്നെ കൂടാതെ അവർക്ക് ഇബാദത്ത് എടുക്കുകയാണോ? അവര് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. ഈ ശത്രുവിനെ നിങ്ങൾ എനിക്ക് പകരം തിരഞ്ഞെടുത്തത് വളരെ മോശമായി പോയി എന്ന 50-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവരെ ഞാൻ സാക്ഷി നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് ഇബ്ലീസിനെയും മക്കളെയും. ആകാശഭൂമിയെ സൃഷ്ടിക്കാനും അല്ലെങ്കിൽ അവരെ തന്നെ സൃഷ്ടിക്കുവാനും ആയിട്ട് അവരിൽ ചിലരെ സൃഷ്ടിക്കുവാനായിട്ട് മറ്റു ചിലരെ സാക്ഷി നിർത്തുകയോ അല്ലെങ്കിൽ ആകാശഭൂമിയെ സൃഷ്ടിക്കുവാനായിട്ട് അവരെ സാക്ഷി നിർത്തുകയോ നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആളെ പിഴപ്പിക്കുന്നവരാണ്. ഈ ആളെ പിഴപ്പിക്കുന്ന ആളുകളെ നമ്മൾ സഹായികളായി സ്വീകരിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവർക്ക് ഇബാദത്തെടുക്കുന്നത്, അവരെ ആരാധിക്കുന്നത്, അവരെ ഔലിയ ആയിട്ട് സ്വീകരിക്കുന്നതാണ് എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ഇതിന്റെ തഫ്സീർ മാഅശത്തു ഔലായി ശയാത്തീൻ ആ ശൈത്താന്മാരെ നമ്മൾ ആക്കിയിട്ടില്ല, സാക്ഷികളാക്കിയിട്ടില്ല. അല്ലദീന അബത്തുമൂഹും നിങ്ങൾ അവർക്ക് ആരാധിക്കുന്നുണ്ടല്ലോ. ബിന്ദുവിനെ എന്നെ കൂടാതെ അവർക്ക് ആരാധിക്കുന്നു. അവരെ സാക്ഷികളാക്കിയിട്ടില്ല ഞാൻ. ഖൽഖസ്സമാവാതി വല്ലർദി ആകാശഭൂമിയെ സൃഷ്ടിക്കുവാൻ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുവാനൊന്നും അവരെ സാക്ഷികളാക്കിയിട്ടില്ല. അവരെ സാക്ഷികളുമല്ല. വലാശത്തു ബഅദഹും അവരിൽ ചിലരെ സാക്ഷികളാക്കിയിട്ടില്ല നമ്മൾ. ഖൽഖ ബഅദിൻ മറ്റു ചിലരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ശൈത്താന്മാരുടെ മക്കളെ സൃഷ്ടിക്കാൻ വേണ്ടി അവരിൽ ചിലരെ സാക്ഷികളാക്കി വെച്ചിട്ടുമില്ല. അവര് ഫഹും അബീദും സംസാരിക്കും നിങ്ങളെപ്പോലെ അബദുകളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ് അവരൊക്കെ. അള്ളാഹു അല്ലാത്ത സർവ്വ വസ്തുക്കളും അള്ളാഹുവിന്റെ അബദുകളാണല്ലോ.
അവരാണെങ്കിൽ ഒരു കാര്യവും അവര് അധീനപ്പെടുത്തിയിട്ടുമില്ല. എല്ലാവർക്കും അള്ളാഹുവിന്റെ സഹായം വേണം. അതുപോലെ ഇവരെ നിങ്ങൾ ആരാധ്യരാക്കുമ്പോൾ അവരെല്ലാം തികഞ്ഞവരാണെന്ന് അർത്ഥം വരുമല്ലോ. അത് ശരിയല്ല. അവരൊന്നും അധീനപ്പെടുത്തിയിട്ടുമില്ല. അവരെ പിന്നെ അവര് നിങ്ങളെ പോലെയുള്ള അബിദുകൾ തന്നെയാണ്. മാക്കുന്ന മുത്തഹദീന ഷയാത്തീനാവാന, അങ്ങനെയുള്ള ശൈത്താന്മാരെ ഞാൻ സഹായികളാക്കിയിട്ടുമില്ല സൃഷ്ടിക്കുന്ന കാര്യത്തിൽ. കൈഫ തുത്തിയൂനഹും മിൻ ദൂനി, അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ അവർക്ക് ആരാധിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുക. 52-ാമത്തെ ആയത്ത്, وَيَوْمَ يَقُولُ نَادُوا شُرَكَائِيَ الَّذِينَ زَعَمْتُمْ فَدَعَوْهُمْ فَلَمْ يَسْتَجِيبُوا لَهُمْ وَجَعَلْنَا بَيْنَهُمْ مَوْبِقًا. وَيَوْمَ يَقُولُ, അല്ലാഹു തആല പറയുന്ന ദിവസം വളരെ ശ്രദ്ധേയമായതാണ്. എന്താ പറയുന്നത്? നാദൂ, നിങ്ങൾ വിളിച്ചു നോക്കുക, ശുറക്കായി, എന്റെ പങ്കുകാരെ. അല്ലദീന, എങ്ങനെയുള്ള പങ്കുകാർ, ജഅംതും, നിങ്ങൾ അവകാശപ്പെട്ടു, എന്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ അവകാശം പറയുന്ന അവകാശപ്പെടുന്ന ഈ എന്റെ പങ്കുകാരെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കി. അപ്പൊ ദഅവഹും, അപ്പൊ അവർ വിളിച്ചു നോക്കി. ഫലം യസ്തജീബു, ഒരു മറുപടിയും കൊടുത്തില്ല അവർക്ക്. ലഹും, അവർക്ക് ഒരു മറുപടിയും കൊടുത്തില്ല. അങ്ങനെ ജഅൽന, നമ്മളാക്കി, ബൈനഹും, അവരുടെ ഇടക്ക്, മൗബിഖ, ഒരു നാശത്തിന്റെ ഒരു ഗർത്തമുണ്ടാക്കി. അതായത് ഖിയാമത്ത് നാളിൽ അവരുടെയും പിന്നെ സന്മാർഗം ലഭിച്ചവരുടെയും ഇടക്ക് നമ്മളൊരു ഗർത്തമുണ്ടാക്കി. അത് ഏതാ? നരകമാണ്. ആ നരകത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആ നിലക്ക് നമ്മൾ ഉണ്ടാക്കി തീർത്തത്. ഇനി ഇതിന്റെ തഫ്സീർ അല്ലാഹു തആല മുശ്രിക്കീങ്ങളോടായിട്ട് പറയാ, ഉദൂ ശുറക്കായി വയൗമ യഖൂലുല്ലാഹു ലിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളോട് അല്ലാഹു പറയുന്ന ദിവസം, അത് ഖിയാമത്ത് നാളിലാ. ഉദൂ ശുറക്കായി, എന്റെ ശുറക്കായിനെ നിങ്ങൾ വിളിക്കുക, നിങ്ങൾ വിളിച്ചു നോക്കൂ. ഈ അന്നൗക്കും മിൻ അദാബി, എന്റെ അദാബ് തടുക്കാൻ അവർക്ക് കഴിയുമോ എന്ന് നിങ്ങൾ നോക്ക്. യസ്തഗ്ഫിറു വയശ്ഫഉ ലക്കും, അവര് നിങ്ങൾക്ക് ശുപാർശ ചെയ്യുമോ എന്നുള്ളതും നിങ്ങൾക്ക് അറിയാം. അതൊന്ന് വിളിച്ചു നോക്കി. കമാ കുന്തും തസ്അമൂന, നിങ്ങൾ അങ്ങനെയാണല്ലോ നിങ്ങൾ വാദിച്ചിരുന്നത്, മുമ്പ് അവകാശപ്പെട്ടിരുന്നത്. ദുനിയാവിൽ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞിരുന്നത് ഈ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇബാദത്തെടുക്കുന്ന വസ്തുക്കളൊക്കെ ഇവർ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശ ചെയ്യുമെന്നാണ് നിങ്ങൾ അവകാശപ്പെട്ടിരുന്നത്. അവരവകാശപ്പെടുന്നതനുസരിച്ച് വല്ല കാര്യം ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്ക്. അവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാൻ പറയാം, അവരെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി എന്ന് അല്ലാഹു തആല പറയാം അവരോട്. അപ്പോൾ അവര് അവര് വിളിച്ചു നോക്കും. അല്ലാഹു തആല പറഞ്ഞതനുസരിച്ച് അവര് ഇവരെ വിളിച്ചു നോക്കുമാരെ, ഇവരെ ആരാധിച്ചിരുന്ന വസ്തുക്കളെ, പിശാചുക്കളെയും പിന്നെ അവരുടെ സന്താനങ്ങളെയും, എന്ന് പറഞ്ഞാൽ ശൈത്താന്മാരുടെ വർഗം ഏതിനാണോ അവരെ ആരാധിച്ചിരുന്നെങ്കിൽ അവരെ വിളിച്ചു നോക്കും. ഫലം യുഗൈസും, അപ്പോൾ അവരുടെ സഹായം ഒന്നും അവർക്ക് ലഭ്യമാകുന്നില്ല. വിളിച്ചിട്ട് ഒരു കാര്യം കാണാനില്ല. അങ്ങനെ ആബിദീന വൽ മഅബൂദീന, ഇങ്ങനെ ഇബാദത്ത് എടുക്കുന്നവരുടെയും ആരാധിക്കപ്പെടുന്നവരുടെയും ഇടക്ക് നമ്മളാക്കി മഹലിക്ക ഒരു ഗർത്തമുണ്ടാക്കി, ഒരു നാശത്തിന്റെ ഗർത്തം. വഹിയന്നാർ, അതിനെ വിട്ടുകിടക്കാൻ ഇവർക്ക് കഴിയില്ല. ഈ ആരാധിച്ചിരുന്നവർക്ക് കഴിയില്ല. വഹിയ, അത് അന്നാറ്, നരകമാണ്. ഈ ഗർത്തം എന്ന് പറഞ്ഞത് നരകമാണ്. അപ്പൊ അതിനെ വിട്ടുകിടക്കാൻ അവർക്ക് കഴിയില്ല. പിന്നെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ആയത്ത്, വറഅൽ മുജ്രിമൂന നാറ ഫളന്നു അന്നഹും മുവാഖിഊഹാ വലം യജിദു അൻഹാ മസ്രിഫാ. കുറ്റവാളികൾ നരകത്തെ കാണാൻ ഇടയാവും. അപ്പോൾ അവർ ഉറപ്പിക്കും അവർ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന്. എന്നാൽ നരകത്തെ വിട്ട് ഓടിപ്പോവാനോ രക്ഷപ്പെടാനോ അവർക്ക് യാതൊരു മാർഗവും ഉണ്ടായില്ല. ഇതാണ് 53-ാമത്തെ ആയത്തിൽ പറയുന്നത്.
അവർ കണ്ടു മുജരിമൂന കുറ്റവാളികൾ അന്നാറ നരകത്തെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അവർ ഉറപ്പിച്ചു അന്നഹും തീർച്ചയായും അവര് മുവാഖിഊഹ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. വലം യജിദു അൻഹാ അതിനെ തൊട്ട് അവർ രക്ഷപ്പെടാനുള്ള മാർഗം രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും അവര് കാണാനിടയാവുകയില്ല, അവരെത്തിക്കുകയില്ല. അപ്പോ ഇതിന്റെ തഫ്സീർ ആയനൂഹ വറഅൽ മുജ്രിമൂന നാറ നരകത്തെ അവര് കണ്ണുകൊണ്ട് തന്നെ കണ്ടു. അതാണ് ആയനൂഹ, അതിനെ അവര് കണ്ടു നരകത്തെ. വഹിയ തത്തഗയ്യദു അത് ആളിക്കത്തുന്നതാണ്. അഹനഖനലൈഹിം അവർക്ക് എതിരായിക്കൊണ്ട് നരകം ആളിക്കത്തുന്ന അവസ്ഥയിലാണ് അവർ കണ്ടത്. ഫൈഖനു അപ്പോൾ അവർ ഉറപ്പിച്ചു അന്നഹും തീർച്ചയായും അവർ ദാഖിലുഹ നരകത്തിൽ പ്രവേശിക്കുമെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ലം യജിദു അൻഹ ആ നരകത്തെ തൊട്ട് അവര് ഒരു മാതൽ രക്ഷാമാർഗം അവര് കാണുകയും ഉണ്ടായിട്ടില്ല, അതിന് സാധിക്കുകയുമില്ല. വദാലിക അത് ബിഹിം ആ നരകം അവരെ വലയം ചെയ്തിരിക്കുക മിൻ കുല്ലി ജാനിബിൻ എല്ലാ ഭാഗത്തിലൂടെയും, എല്ലാ ഭാഗത്തു നിന്നും ഇടത്തും വലത്തും മുന്നിലും പിന്നിലും എവിടെ നോക്കിയാലും നരകമാണ്. ആ നരകം എല്ലാ നിലയിലും അവരെ വലയം ചെയ്തു. അപ്പോൾ അവർ ഫലം യഖ്ദിറു അവർക്ക് കഴിയില്ല അല്ലൽ ഹർബി മിൻഹ അതിനെയും വിട്ട് ഓടിപ്പോവാൻ അവർക്ക് കഴിയില്ല. അങ്ങനെ അവര് എല്ലാവരും നാശത്തിന്റെ ഗർത്തത്തിലാണ് എന്ന് പറഞ്ഞല്ലോ നേരത്തെ. ആ നാശത്തിന്റെ ഗർത്തത്തിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ് അവര്. മൗബിഖ് എന്ന് പറഞ്ഞാൽ നാശത്തിന്റെ ഗർത്തം, അതിൽ അകപ്പെട്ടു പോയിരിക്കുക. മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു, 52-ാമത്തെ ആയത്തിൽ പറഞ്ഞത് മൗബിഖിനെ അവര് നമ്മൾ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോ ആ നാശത്തിന്റെ ഗർത്തം അതാണ് നരകം. ആ നരകത്തെയും വിട്ട് ഓടിപ്പോവാൻ അവർക്ക് കഴിയില്ല. അപ്പൊ 53-ാമത്തെ ആയത്ത്. 54-ാമത്തെ ആയത്ത് വലഖദ് സർറഫ്നാ ഫീ ഹാദിൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസലിൻ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. വലഖദ് സർറഫ്നാ തീർച്ചയായും നമ്മൾ വിവരിച്ചു ഫീ ഹാദിൽ ഖുർആനി ഈ ഖുർആനിൽ ലിന്നാസി ജനങ്ങൾക്കായിട്ട് മിൻ കുല്ലി മസലിൻ എല്ലാ ഉദാഹരണങ്ങളും എല്ലാ ഉപമവകളും നമ്മൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. വക്കാനൽ ഇൻസാൻ എന്നാൽ മനുഷ്യനായി തീർന്നു അക്സറ ശൈഇൻ ജദല തർക്ക സ്വഭാവമുള്ള കൂടുതലും സർക്ക സ്വഭാവമുള്ളവരായി തീർന്നു. ജനങ്ങൾക്ക് തർക്കിക്കണമെന്നേ ഉള്ളൂ. ഒരവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ബിൻ അബി താലിബ് മരുമകൻ അലി ബിൻ അബി താലിബിന്റെ വീട്ടിൽ പോയ സമയത്ത് സുബഹിക്ക് ആരും എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ എന്താ നിങ്ങൾ ആരും എഴുന്നേൽക്കാത്തത് എന്ന് റസൂൽ അന്വേഷിച്ചു. അപ്പോ അലി റളിയല്ലാഹു അൻഹു എൻ്റെ ഒരു മറുപടി കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തിരിഞ്ഞു പോരും വഴിക്ക് പറഞ്ഞ കാര്യമാണ് വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. മനുഷ്യന്മാർക്ക് എപ്പോഴും വാദപ്രതിവാദങ്ങൾക്ക് താല്പര്യമുള്ളൂ, വാദപ്രതിവാദങ്ങൾ നടത്താനേ താല്പര്യമുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അധികം ആളുകളും അങ്ങനെയാണെന്ന്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉറങ്ങുമ്പോൾ നമ്മളുടെ റൂഹ് അല്ലാഹുവിന്റെ കയ്യിലല്ലേ റസൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയാതെ അവിടുന്ന് തിരിഞ്ഞു പോരുക. പറഞ്ഞത് റസൂലിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മനസ്സിലാവേണ്ടത്. അവിടെ നിൽക്കുകയില്ല. റസൂലിന്റെ മകളുടെ വീട്ടിൽ ചെന്നതാണ്. അപ്പോൾ ഇങ്ങനെ തഫ്സീറിൽ ഈ വിഷയം പറയുന്നുണ്ട്. കാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല എന്നുള്ളടത്ത്. ഇതിന്റെ തഫ്സീർ ബയ്യന്നാ ഫീ ഹാദിൽ ഖുർആനി ഖുർആനിൽ നമ്മൾ വിശദീകരിച്ചു അൽ അംസാല ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഉപമകൾ. വകറന നമ്മൾ ആവർത്തിച്ചു പറഞ്ഞു അൽ ഹുജജ വാദങ്ങൾ വൽ മവാഇദ പ്രബോധനങ്ങളും. എന്നാൽ ഇതെല്ലാം ആണെങ്കിൽ പോലും, എല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ട് പോലും തബിയത്തുൽ ഇൻസാനി മനുഷ്യന്റെ പ്രകൃതി അൽ ജദലു വിവാദങ്ങളാണ്, വൽ ഹുസൂമത്തു തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കാനുള്ള ജിജ്ഞാസ മനുഷ്യ പ്രകൃതമാണ്. ആയതുകൊണ്ട് നമ്മളെല്ലാം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക്. ഒന്നും തർക്കിക്കേണ്ട ആവശ്യം വരുന്നില്ല അവിടെ എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം.
ഇനി 55-ാമത്തെ ആയത്ത് ويستغفروا ربهم إلا أن تأتيهم سنة الأولين أو يأتيهم العذاب قبلا وما منع الناس ജനങ്ങളെ തടഞ്ഞിട്ടില്ല അയ്യോമിനു അവർ വിശ്വസിക്കുന്നതിനെ തൊട്ട് അയ്യോമിനു ഇത് ജാഅഹുമുൽ ഹുദ അവർക്ക് ഹുദ വന്നതിന് ശേഷം വന്ന സമയത്ത് അവർക്ക് സന്മാർഗം ലഭ്യമായതിന് സമയത്ത് അവർ വിശ്വസിക്കാതിരിക്കാൻ എന്താ കാരണം എന്നാണ് ഇവിടെ വിവരിക്കുന്നത്. യസ്തഗ്ഫിറൂ റബ്ബഹും അവരുടെ നാഥനോട് അവര് പൊറുക്കലിനെ ചോദിക്കാൻ പാപമോചനത്തിന് ആവശ്യപ്പെടാനും അവർക്ക് കഴിഞ്ഞില്ല. അതിനെന്താ കാരണം? അതിന് കാരണം ഇല്ല അന്തേത്യവും സുന്നത്തുൽ അവ്വലീന പൂർവികന്മാരുടെ ശിക്ഷാ നടപടികൾ വന്നത് അവർക്ക് വരട്ടെ എന്നുള്ള പ്രതീക്ഷയല്ലാതെ അവരെ ഇന്ന് തടഞ്ഞിട്ടില്ല. ഔ ഏത്യവുമില്ലാതാബുല അതല്ല പ്രവാചകന്മാര് അവർക്ക് മുൻഗാമികൾക്ക് വാഗ്ദത്തം ചെയ്ത ശിക്ഷ നേരിൽ വരട്ടെ എന്നാണ് അവര് നിലപാടെടുത്തത്. അതിന്റെ പേരിലാണ് ഈ അള്ളാഹുവിന്റെ സന്മാർഗം അവർക്ക് വന്നിട്ട് പോലും അവർ വിശ്വസിക്കാതിരുന്നേക്കാൻ കാരണം. അപ്പോ സന്മാർഗം ലഭ്യമായതിനു ശേഷം അവർ വിശ്വസിച്ചില്ല, അള്ളാഹുവിനോട് പാപമോചനത്തിന് അപേക്ഷിച്ചില്ല. ഇത് ഇല്ലാതെത്തിയും അവരുടെ പ്രതീക്ഷയല്ലാതെ അല്ല, അവർക്ക് സുന്നത്തുൽ അവ്വലീന മുൻഗാമികളുടെ ശിക്ഷാ നടപടികൾ ആഗതമാവട്ടെ എന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് അവര് വിശ്വസിക്കാതിരുന്നതും പാപമോചനത്തിന് അപേക്ഷിക്കാതിരുന്നതും. അല്ലെങ്കിൽ അതാബ് നേരിട്ട് വരട്ടെ, അവയത്തിയുമുള്ള അതാബ് കുബുല നേരിട്ട് അതാബ് വരട്ടെ, അവർക്കുണ്ടോ വല്ല ബോധം. കാരണം ശിക്ഷ വന്നാൽ മുൻഗാമികൾക്ക് ശിക്ഷ വന്ന അവരങ്ങനെ അവസാനിച്ചു പോവുകയും ചെയ്തത്. അതുപോലെ ഇവർ നേരിൽ ശിക്ഷ അവർ കാണാനിടയായാൽ അവരും ആ നിലക്ക് അവസാനിക്കും. അപ്പോ ശിക്ഷ വന്നിട്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല. അവര് പറഞ്ഞു അംതിറ അലൈന ഹിജാറത്തം മിനസ്സമാ അവിഹിത്തിന ബി അദാബിൻ അലീം എന്ന് പറയേണ്ടായി. വേറെ ആയത്തിലുണ്ട് ഞങ്ങൾക്ക് ചരൽമഴ വർഷിപ്പിക്ക് അവിഹിത്തിന ബി അദാബിൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഞങ്ങൾക്ക് ആഗതമാവട്ടെ, ആസന്നമാവട്ടെ, എന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പ്രവാചകന്മാരോട് പറഞ്ഞു അവര്. അപ്പൊ ഇങ്ങനെ പറഞ്ഞത് അവര് ഈ ശിക്ഷ വന്നാൽ പിന്നെ അവർ ബാക്കി ഉണ്ടാവില്ല, പിന്നെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയണം? ഇനി ഈ ആയത്തിന്റെ 55-ാമത്തെ ആയത്തിന്റെ തഫ്സീർ പറയുന്നു. മാ മനാൻ നാസ മിനൽ ഈമാനി ഹീന ജാഅഹുമുൽ ഹുദാ മിനല്ലാഹ് അള്ളാഹുവിൽ നിന്ന് സന്മാർഗം ലഭ്യമായതിനു ശേഷം അവര് വിശ്വസിക്കാതിരിക്കുവാൻ കാരണം എന്താ? വിശ്വസിക്കലിനെ തടഞ്ഞത് എന്താണ്? മിനൽ ഇസ്തിഗ്ഫാരി മിനൽ ദുനൂബി വല്ലാസാം കുറ്റകൃത്യങ്ങളിൽ നിന്ന്, ആ കുറ്റകൃത്യങ്ങൾ അവർ ചെയ്ത കുറ്റകൃത്യങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് പാപമോചനം ആവശ്യപ്പെടാൻ അല്ലെങ്കിൽ തേടുവാൻ അവരെ തയ്യാറാവാതിരിക്കുവാൻ എന്താണ് കാരണം? അത് ഇല്ലാ അന്ത്യവും ഈ പിന്നെ അവർക്ക് ഈ ഇതെല്ലാം ഈ പാപമോചനം അള്ളാഹുവിന്റെ സുന്നത്തുൽ അവ്വലീന മുൻഗാമികളുടെ ശിക്ഷാ നടപടികൾ അവർക്ക് വരണം, അതല്ലെങ്കിൽ ആ അദാബ് നേരിട്ട് വരട്ടെ എന്നുള്ള ഒരു നിലപാടെടുത്തത് മാത്രമാണ് അവര് ഈ രണ്ട് കാര്യത്തിനും തയ്യാറാവാതിരുന്നത്. വിശ്വസിക്കാതിരിക്കാനും പിന്നെ അള്ളാഹുവിനോട് പാപമോചനം ആവശ്യപ്പെടാതിരിക്കുവാനും അവര് നിലപാടെടുത്തതിന് കാരണം ഇതാണ്. ശിക്ഷ വരട്ടെ എന്നിട്ട് നമുക്ക് വിശ്വസിക്കാം, വാഗ്ദത്തം ചെയ്ത ശിക്ഷ വരട്ടെ എന്ന് പ്രവാചകന്മാരോട് അവർ പറയുകയുണ്ടായി. അങ്ങനെ അതിന്റെ പേരിലാണ് അവർ വിശ്വസിക്കാതിരുന്നത്, വേറെ കാരണമൊന്നുമില്ല. അവർ പറഞ്ഞത് അള്ളാഹു തആല പറയാണ് അംതിറ ഹിജാറത്തും മിനസ്സമാ ആകാശത്തിൽ നിന്ന് ചരൽക്കൽ മഴ വർഷിച്ചു തരട്ടെ, അല്ലെങ്കിൽ അവീത്തിനാബി അദാബിന്നലി വേദനാജനകമായ ശിക്ഷ ഞങ്ങൾക്ക് ആസന്നമാവട്ടെ, എന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതിന്റെ പേരിൽ അവര് വിശ്വസിച്ചില്ല.
അള്ളാഹുവിനോട് പാപമോചനം നടത്തുകയും ചെയ്തില്ല. അതിനുള്ള അപേക്ഷ അതിനുള്ള തയ്യാറെടുപ്പും ഉണ്ടായില്ല. 55-ാമത്തെ ആയത്താണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. 51 മുതൽ 55 വരെയുള്ള ആയത്തുകൾ എടുത്തു. ഈ വീഡിയോയിൽ ഇനി 56 മുതൽക്കുള്ള ആയത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.